മരുന്തുകോട്ടയിലാണ്. മരുന്തുകോട്ടയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ നൂറുസ്ലാം കോളേജ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ അടിച്ച് വരിക. അവിടെ നിന്ന് നിങ്ങൾ കാണുന്ന ഫസ്റ്റ് റൈറ്റ് എടുക്കാതെ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിയുക. നിങ്ങൾ നോർമലി മരുന്തുകോട്ടയിൽ നിന്ന് അടിച്ചെത്തുന്ന ഒരു സ്പോട്ടിൽ നിന്ന് ബൈക്കൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ കാണുന്ന പുല്ലും അതുപോലത്തെ എല്ലാം കയറി വേണം വരാനുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. വഴി തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. സോ മാക്സിമം അറിയാമെന്നുള്ള ഒരാളുമായിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിൽ കാണുന്ന പോലെ എത്രയും നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല ഹാർഡസ്റ്റ് ട്രക്ക് തന്നെയാണ്. കാരണം ഇത് പല പാത്ത് വേയിലൂടെയും പോകുന്നുണ്ട്. എല്ലാം വീഡിയോ എനിക്ക് ആക്കാൻ വേണ്ടി പറ്റും ബാക്കിയാൽ ഒത്തിരി ടൈം ആവും. അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് കണ്ടന്റ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു അതായത് ഒരു ലെവൽ രീതിയിലുള്ള ഒരു ട്രക്കിംഗ് തന്നെയാണ്. ഉറപ്പായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒത്തിരി കാഴ്ചകളുണ്ട് ആ പോകുന്ന വഴിയിലേക്ക്. ടോപ്പ് എത്തുമ്പോൾ എൻറ്റയർലി വ്യത്യാസമാണ്. ഹാഫ് എത്തിയപ്പോൾ തന്നെ ഫുള്ള് മിസ്റ്റ് കൊണ്ട് കവറായി ഒരു വല്ലാത്ത ബ്യൂട്ടിയാണ്. കാരണം 4 വർഷം കൊണ്ട് ഞാൻ അത്യാവശ്യം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രക്കാണ്. ഒരു ട്രക്കിൽ പോയി പകുതി വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ കാഴ്ചയാണ് ആ ഒരു ഫോഗ് പോകുന്നതുണ്ടോ, വല്ലാത്തൊരു ബ്യൂട്ടിയാണ്. അതിൻ്റെ മുകളിൽ സൂര്യൻ ഒളിച്ച് നിൽപ്പുണ്ട്, വരാൻ പറ്റുന്നില്ല. സമയം 10 മണി സമയത്തെ കാഴ്ചയാണ് ഇതെല്ലാം. നമ്മുടെ അവിടെ സൂര്യൻ മറഞ്ഞ് വരും, വീണ്ടും ഉടനെ ഫോഗ് ഒന്ന് മൂടും. പെട്ടെന്ന് ഫോഗ് ഒന്ന് എപ്പോഴും മൂടിക്കൊണ്ടിരിക്കും. നല്ല ഹൈറ്റിലുള്ളൊരു സ്പോട്ട് തന്നെയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ചലിക്കാൻ വേണ്ടി പറ്റും. മൊത്തം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്വന്തം നമ്മുടെ മരുന്തുകോട്ടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മരുന്തുമല എന്നറിയപ്പെടുന്ന നമ്മുടെ മരുന്തുകോട്ട നമ്മുടെ സ്വന്തം കന്യാകുമാരിയിലാണ് ഈ സ്ഥലം വരുന്നത്. ഈ സ്ഥലത്ത് വരാൻ വേണ്ടി കുറേ കഷ്ടപ്പെടണം. എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റില്ല. നമുക്ക് രാവിലെ ഒരു 10 മണി സമയത്താണ് നമ്മളിപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽപ്പുള്ളത്. ഈ 10 മണിയൊക്കെ ആയ ഒരു ടൈമിൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇടയ്ക്ക് ഫോഗെല്ലാം മാറുമ്പോൾ നല്ല രസമാണ്. ഈ ഫോഗ് മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സൂപ്പർ സ്പോട്ടാണ് ഫ്രണ്ട്സ്. നമുക്ക് പെട്ടെന്ന് ആ ഫോഗ് മാറുന്നൊരു ഇതാണ്. അടിപൊളിയായിട്ടാണ്. നമ്മുടെ ഫ്രണ്ട് മൊത്തം ഫോഗ് മാറുകയാണ്. എല്ലാം സൂപ്പറായിട്ട് ഇവിടെ ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ക്ലിയർ ആയിട്ട് വരികയാണത്. അടിപൊളി. വാവ്, സെറ്റ്. ഫുള്ള് മറ്റേ ടൈം ലാപ്സ് പോലെ പെട്ടെന്ന് മാറുന്നില്ല അത്രയും. ടൈം ലാപ്സ് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ. സൂപ്പർ സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നല്ല ചൂടായിരിക്കും അവിടെയൊക്കെ. നമ്മളിവിടെ തണുത്ത് വിറച്ച് നിൽപ്പുണ്ട്. എന്തായാലും ഈ മരുന്തുകോട്ട ട്രക്കിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ സ്വന്തം അനിയൻ്റെ നമ്മുടെ അഖിലിൻ്റെ ഒരു ഫ്രണ്ടാണ്. അബിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ ട്രക്ക് ആരംഭിച്ചത്. തൊട്ട് തലേദിവസം അവിടെ പോയി നിന്നു. അതിനുശേഷം അവരുടെ വീട്ടുകാരെല്ലാവരും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഓക്കെ പോകാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഓൾറെഡി ഫുൾ താങ്ക്സ് ടു അഖിൽ ആൻഡ് ദാറ്റ് അബി. അപ്പോൾ ഇവന്മാരാണ് കൂടെ നിൽപ്പുള്ള ഈ പയ്യന്മാരാണ് നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്തത്. എൻ്റെ ഒരു വലിയ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി അവർ കേട്ടപ്പോൾ തന്നെ മാക്സിമം സമ്മതിച്ചു. ഐ ആം റിയലി ഹാപ്പി. അങ്ങനെയാണ് ഈ ഒരു യാത്ര ഏകദേശം എനിക്ക് ഇത്രയും കൊണ്ട് എത്തിക്കാൻ വേണ്ടി പറ്റിയത്. വൺ ഓഫ് ദി അടിപൊളി സ്പോട്ടാണ് നമ്മളെ കന്യാകുമാരിയിൽ ഉള്ള. ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇത്രയും ചൂടുള്ള സ്ഥലത്ത് അടിപൊളി സ്പോട്ട് ഉണ്ടാകുമെന്ന്. അങ്ങനെ മരുന്തുകോട്ടയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലേസിലെത്തി. അവിടെ നിന്നൊക്കെ ഫോഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച വല്ലാത്തൊരു ബ്യൂട്ടി തന്നെയാണ്. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞു. ടോപ്പിലെത്തുമ്പോൾ ഉള്ള വ്യൂ ആണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനിയും നമുക്ക് സൈഡിലേക്ക് കുറേ അടുത്ത് പോകാം. പിന്നെ നല്ല ഫുള്ള് ഫോഗി ആയിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റില്ല. മലയുടെ മുകളിൽ ചർക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യണം. എൻ്റെ ടോപ്പിൽ നമ്മുടെ കന്യാകുമാരി തന്നെ അത്യാവശ്യം പൊന്മുടിയൊക്കെ വെല്ലുന്ന ക്ലൈമറ്റുള്ള ഒത്തിരി സ്പോട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒത്തിരി സ്പോട്ടുകളുണ്ട്. അതെല്ലാം എനിക്ക് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇതിവിടെ മാത്രം കണ്ടുവരുന്ന ഒരു അടിപൊളി ചെടിയാണ്. ഇതിനൊക്കെ കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. കണ്ട ഇവിടെ വീണ്ടും മുകളിലേക്ക് മലകളുണ്ട്. ഫുള്ള് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഈ വീഡിയോയിൽ പറ്റുന്നില്ല. ഇനി എന്തായാലും എൻ്റെ ആഗ്രഹം ഇവിടെ എത്തുകയെന്നായിരുന്നു. മരുന്തുകോട്ട മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എനിക്ക് എന്തായാലും ഒരു വല്ലാത്തൊരു ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വർഷം കാത്തിരുന്നുകൊണ്ട് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്. ഓക്കെ, കന്യാകുമാരിയിലുള്ള മെയിൻ പൊന്മുടിയെക്കാളും ഒക്കെ വെല്ലുന്ന അത്യാവശ്യം അടിപൊളി ക്ലൈമറ്റുള്ള നമ്മുടെ സ്വന്തം മരുന്തുകോട്ട എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ടോപ്പിൽ നമ്മൾ എത്തി. അതിനുശേഷം ഏറ്റവും ഹയസ്റ്റ് ടോപ്പായിട്ട് വരുന്ന ഒരു പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വീണ്ടും ഫോഗൊന്നും മൊത്തം നിറഞ്ഞ് കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ഫോഗ് മാറുമ്പോഴാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയും കാണാനൊക്കെ പറ്റുന്നത്. എന്തോ ഫുള്ള് മനസ്സൊക്കെ ചില്ലാവുന്നൊരു സ്പോട്ടാണ്. കുറേ ദിവസത്തെ വിഷമങ്ങൾക്കെല്ലാം മാറി നിൽക്കാൻ വേണ്ടി പറ്റിയ ഒരു വല്ലാത്ത സ്പോട്ടാണ്. പക്ഷേ ഇവിടെ കയറി വരാൻ പാടാണ്. ഫാമിലിയായിട്ടൊന്നും വരാൻ പറ്റാത്തൊരു സ്പോട്ടാണ്. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ട്രക്കിങ്ങിന് വരാൻ വേണ്ടി പറ്റും. ട്രക്കിങ്ങിന് വരുന്നവർ സൂക്ഷിക്കുക. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നല്ല സൂക്ഷിച്ചാണ് ഇറങ്ങാനുള്ളത്. ഒരു ചെറിയൊരു ഡേഞ്ചർ സ്പോട്ടാണ്. സോ ഇത് വീഡിയോയിൽ കാണാൻ നല്ല രസമാണ്. കയറി വരുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് എല്ലാവരും ഇടുന്നത്. അതുകൊണ്ട് ഈ ഭംഗി കണ്ട് എല്ലാവരും കയറി വരാൻ വേണ്ടി ശ്രമിക്കരുത്. ഭംഗി മാത്രം കാണുക.